തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിൽ വരുന്നത് സ്വപ്നം കണ്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ കോമ്രേഡ്സ്. ഊണിലുറക്കത്തിലും ഞങ്ങൾ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. പക്ഷെ ഈ പറയണോടെ ഉള്ളിൽ ഒരു ഭയാശങ്ക കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ല, പാർട്ടിയുടെ പ്രായപരിധിയുടെ കാര്യത്തിലെ പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ലക്ഷ്യം മൂന്നാം ഭരണം. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. നവകേരള വികസന രേഖയാണ് അവിടുത്തെ പ്രധാന ചർച്ച. പക്ഷേ അതുവഴി പിടിച്ചു കയറി മൂന്നാമതും ഇവിടെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. നിങ്ങൾ കേരളം മുഴുവൻ നോക്കൂ, എല്ലാ രംഗത്തും വികസനമല്ലേ. വ്യവസായം, കാർഷികം, നാടും നഗരവും ഉണരുകയല്ലേ. എത്രയാ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും. റോഡുകള്, പാലങ്ങള്, ആശുപത്രികള്, അതുകൂടാണ്ട് റോഡിൽ ടോള്, എല്ലാവരും ചില്ലാക്കാനായിട്ട് മദ്യ കമ്പനി, അങ്ങനെ എല്ലാം പിന്നാലെ വരല്ലേ. ഇത്രയും ജനകീയ സർക്കാർ വേറെ എവിടെ ഉണ്ടോ? അതുകൊണ്ട് ഇനിയും LDF തന്നെ അധികാരത്തിൽ വരും. അങ്ങനെയല്ലേ സഖാവേ? കേരളം ഒരു പുതിയ കുതിപ്പിലാണ്. ആ കുതിപ്പിൽ 3 കൊണ്ട് നിർത്തണ്ട. നിങ്ങൾ 3 കൊണ്ട് നിർത്തണ്ടേ അമ്മേ? അത് ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ. മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സെമിനാർ. മുരളീധരേട്ടൻ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ഇവര് മൂന്നാമതും അധികാരത്തിൽ വരുന്നു പറഞ്ഞിട്ട് പ്രധാന പ്രചാരണായുധാക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എഴുതിയ ലേഖനം കണ്ടില്ലേ? പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ എത്തിച്ചത് നിങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ഈ കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് സാരം. അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞത് ഡൽഹിയിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് BJP ജയിച്ചതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തിനാണ് മത്സരിച്ചതിനാ? അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ച് നോട്ടയുടെ പുറകിൽ പോയി. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അപ്പോൾ ഈ ലേഖനം എഴുതിയത് BJPയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BJPനെ സുഖിപ്പിക്കാനായിട്ട് ലേഖനം എഴുതേണ്ട ഗതികേടൊന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാട്ടാ. ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം ഇല്ലാന്നും ഇവിടുത്തെ ഭരണാധികാരി ഫാസിസ്റ്റ് അല്ലാന്നും ഞങ്ങളുടെ കോമ്രേഡ്സ് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്തുട്ടാ സുഖിപ്പിക്കാനുള്ളത്? ആര് സോപ്പിട്ടിട്ടായാലും വേണ്ടില്ല, ഞങ്ങളുടെ കോമ്രേഡ്സ് അധികാരത്തിൽ വരും. സോപ്പിടലൊക്കെ ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ ഒരു നമ്പർ അല്ലേന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. മൂന്നാമതും പിണറായി വരും അല്ലെങ്കിൽ LDF വരും എന്നുള്ളത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അതേസമയം മറ്റൊരിടത്ത് മറ്റൊരാൾ കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ആരാ കവിത എഴുതിയത്? സാക്ഷാൽ G. സുധാകരൻ. പുള്ളിക്ക് പിന്നെ പാർട്ടി പ്രത്യേകിച്ച് പദവിയും സ്ഥാനമൊന്നും കൊടുക്കാത്തതുകൊണ്ട് കവിത എഴുതാനൊക്കെ ഇഷ്ടം പോലെ സമയം ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ കവിത അല്ലാട്ടോ ഇത്. അത് നിങ്ങൾക്ക് കവിത കാണുമ്പോൾ മനസ്സിലാവും. കവിതയുടെ പേര് യുവതയിലെ കുന്തവും കൊടച്ചക്രവും. സംഭവം എന്താന്ന് കത്തിയ നിങ്ങൾക്ക്? SFIക്ക് എതിരെയാണ് കവിത. കുറച്ച് നാളായില്ലേ SFIയിലെ ചില നേതാക്കളും G. സുധാകരനും തമ്മിൽ കുറച്ച് ശകട തുടങ്ങിയിട്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കവിതയായിട്ട് പുറത്തു വന്നത്. അവർ കവിത വായിക്കാതെ ഇത് SFIക്ക് എതിരാണെന്ന് കൊടുക്കുകയാണ്. അങ്ങനെ SFIക്ക് എതിരാണെന്ന് വായിച്ചു നോക്കട്ടെ. അശ്യോ, അപ്പൊ SFIനെ ഉദ്ദേശിച്ചല്ലേ കവിത എഴുതിയത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, കവിത ഒന്നും കൂടെ വായിച്ചു നോക്കട്ടെ. ഞാൻ നടന്നുപാസിച്ച ജനവിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന എന്നെ എൻ്റെ അനുജൻ രക്തസാക്ഷിയെ രണ്ടായിട്ട് കാണുകയാണ്. ഇതെവിടേക്കാണ് അവസാനിക്കും? ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പ്രസ്ഥാനത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ തത്വത്തില് SFIക്ക് ഇനിയാണ് വിമർശനവും പരിഹാസമൊക്കെ കവിതയിലൂടെ കൊടുത്തതെന്ന് സാരം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പ്രായപരിധിയുടെ കാര്യത്തിലേക്ക് വരാം. പ്രായപരിധി സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുമ്പോൾ പലരെയും സൈഡാക്കിയ പലരും സൈഡാവുന്ന ഉറപ്പാണല്ലോ സഖാവേ? പ്രായമല്ലാത്തതുമായിട്ടുള്ളത് കർമ്മശേഷിയും രാഷ്ട്രീയ ബോധവുമാണ്. പക്ഷെ ഒരു മാനദണ്ഡം പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാൻ തീരുമാനിച്ചു. 75 ഇത്രയും കഴിവുണ്ടായിട്ടും പാവം സുധാകരൻ സഖാവ് ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? വേണ്ട പരിഗണന കൊടുത്തിരുന്നെങ്കിലും മൂപ്പരെ എവിടെ എത്തേണ്ടതായിരുന്നു. MA PBയിലെത്തി. നാസർ എല്ലാ സെക്രട്ടറിയായി. ഓരോരുത്തരെ എടുക്കുക. എല്ലാ SFI പ്രസ്ഥാനം വഴി ആ കാലത്ത് വന്നവരാണ്, ഈ കാലയളവിന് വേണ്ടി വന്നവരാണ്. വിജയരാഘവൻ PBയിലെത്തി. ശരിയല്ലേ? MV ഗോവിന്ദൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി. അതൊക്കെ ഈ കാലയളവിൽ വന്നിട്ടുള്ളവരാണ്. വിഷമിക്കേണ്ടിരിക്കും സുധാകരൻ സഖാവേ. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണെങ്കിൽ പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവുണ്ടാവുന്നാണ് പറഞ്ഞേക്കണത്. പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കുക. എപ്പോഴെങ്കിലും നൽകുമായിരിക്കും. നൽകിയില്ലേലും കുഴപ്പമൊന്നുമില്ല. പാവം, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പോണ എല്ലാ സ്ഥലത്തും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞു നടക്കാറുണ്ടെന്ന്. എന്നിട്ട് ഇതൊക്കെ ഏതെങ്കിലും നേതാക്കൾ കാണാറുണ്ടാ? എവിടെന്നും
മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം. അത് അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായമാണ്. ആ അഭിപ്രായമല്ല എനിക്കുള്ളത്. അതിൽ വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. കണ്ട ഐക്യം, കേഡർ, മൂന്നാം ഭരണം എല്ലാത്തിനും 100 നാവാണ്. പക്ഷെ ജി സുധാകരന്റെ കാര്യം വരുമ്പോൾ മാത്രം എല്ലാവർക്കും ബബ്ബ. പാർട്ടിയിൽ തന്നെ പലർക്കും ഇത് മനസ്സിലാവുന്നല്ലേ, പിന്നെ പാർട്ടിക്ക് വെളിയിൽ മനസ്സിലാവും. പാർട്ടിക്കകത്തും പുറത്തും എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മൂടിവെച്ച് LDF 3.0 ലോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോമ്രേഡ്സ്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അങ്ങ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിലും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്നത് തന്ത്രങ്ങളാണോ കുതന്ത്രങ്ങളാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് അവരൊന്ന് ചിരിച്ചു കണ്ടത് അവരുടെ സമരപന്തലിൽ സുരേഷ് ഗോപിജി വന്നപ്പോഴാണ്. വേറൊന്നും കൊണ്ടല്ല, കേന്ദ്രം കുറെ കാശ് തരാനുണ്ടല്ലോ, അതിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിജി ഇടപെടൽ നടത്തുന്നുള്ള സമാധാനത്തിലായിരുന്നു ആശമാരുണ്ടായിരുന്നത്. അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം അത്രയും. ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. എല്ലാം ദീപ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിജി ഡൽഹിക്ക് വണ്ടി കയറി. എന്നിട്ട് JP നദിയായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണെന്ന്. അത് കേട്ടാത്ത പാടെ തന്നെ സുരേഷ് ഗോപിജി ഇങ്ങോട്ട് തിരിച്ചു വണ്ടി കയറി. അപ്പോ കൊട, റെയിൻകോട്ട്, ചെരുപ്പിടാണ്ട് സമരപ്പന്തലിൽ വന്നത് ഒക്കെ കണ്ണി പൊടിയിടലായിരുന്നല്ലേ. ജനങ്ങൾക്ക് തന്നെ കുറച്ചത് ഗമിക്കാന്നൊക്കെ അറിയാം. നമ്മൾ തുറന്നു കാട്ടണമെന്നില്ല. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന വാർത്തകൾ നിങ്ങളുടെ നിന്ന് കട്ട് ചെയ്തിടുന്നതൊക്കെ അദ്ദേഹം പിന്നെ കാണിക്കുന്നത് ഒരു ഗിമിക്കാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിലാരാ ഗിമ്മിക്ക് കാണിക്കണെന്നാണ് അറിയാൻ പറ്റാത്തത്. കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു 120 കോടി രൂപ അധികമായിട്ട് തന്നിട്ടുണ്ടെന്ന്. ഇവിടെ നിന്ന് പറയണു കേന്ദ്രത്തിന്റെ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. അതിന്റെ മറുപടി എല്ലാം വന്നല്ലോ. കേന്ദ്രം പറഞ്ഞു, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ് അത് ഇടപെട്ടു, പാർട്ടി തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, കേന്ദ്രം വിശദീകരിച്ചല്ലോ അതിന്റെ കണക്ക് സഹിതം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ എന്നാ. പിന്നല്ലാണ്ട് നിങ്ങളും കേന്ദ്രമന്ത്രിയല്ലേ, നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ. ഓ, കേരളം പിന്നോക്കാണെന്ന് പ്രഖ്യാപിക്കണായിരിക്കും, എന്നാലും എന്തെങ്കിലും പറയുള്ളായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. അതായത് ജോർജ് കുര്യൻജി, ആരുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലൊരു സൊല്യൂഷൻ കാണണ്ടേ. കേന്ദ്രം കാശ് തരാത്തോണ്ടാണ് ഇതിങ്ങനെ സ്റ്റക്കായി പോയത്. വേണമെങ്കിൽ ആശമാരെയും കൂട്ടി കേന്ദ്രത്തിൽ വന്ന് സമരം ചെയ്യാന്നൊക്കെയാണ് ഇവിടെ ആരോഗ്യമന്ത്രി പറയണത്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കേന്ദ്രം എന്ന് പറയും. അത് കേന്ദ്രത്തെ പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. കേന്ദ്രം എല്ലാം കൊടുക്കുന്നതുകൊണ്ടേ എല്ലാത്തിനും ആദ്യം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അല്ലാതെ അതിനൊന്നും മറുപടി എന്തോ നിങ്ങൾ പറഞ്ഞു അപ്പോഴേ കേന്ദ്രം എന്ന് പറയും. എല്ലാത്തിനും പൈസ കൊടുക്കുന്നുണ്ടെന്നപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ. അതെ അതെ, വാരിക്കോരി തരുന്നുണ്ട്. വാരിക്കോരി തന്നത് നമ്മള് കേന്ദ്ര ബജറ്റിൽ കണ്ടതാണല്ലോ. അല്ല, നന്ദി കൊണ്ട്. കാരണം നേരത്തെ കിട്ടിയില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞ് തന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ കേന്ദ്രത്തിനോടൊരു ബഹുമാനം തോന്നും. അതുകൊണ്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഈ ഇതില്ല, സോഷ്യൽ മീഡിയ പോലെയൊക്കെയുള്ള ഒരു ഏർപ്പാട്. മുമ്പേ തന്നു എന്ന് പറഞ്ഞെങ്കിലും തന്നില്ലല്ലോ. അപ്പൊ പിന്നെ തന്നില്ല എന്ന് പറയുമ്പോ തന്നതല്ലേ ഓർമ്മ വരാന്ന്. നിങ്ങൾ ജീമാരൊക്കെ ഇങ്ങനെയാ, ആർക്കൊന്നും മനസ്സിലാവരുത്. അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയണത്. ഞങ്ങൾ കാശ് തന്നതാണ്, ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ. അവര് വെറുതെ വേണ്ടതാ, ഞങ്ങൾക്ക് കാശൊന്നും തന്നിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ. ഇതിന്റെ 2 കൂട്ടരുടെയും ഇടയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം കൂടി. ഇനി ഈ പ്രശ്നത്തിന് ഏത് കാലത്താണാവോ പരിഹാരം കാണാൻ പോണത്.